വേൾഡ് കപ്പ് ഇതുമായിട്ട് എങ്ങനെയാണോ കമ്പയർ ചെയ്യുന്നത്? പടം വേറെ മൂഡാണ്, വേൾഡ് കപ്പ് വേറെ മൂഡാണ്. ഇല്ല, കണ്ണ് നിറഞ്ഞില്ല. It's very nice movie. Yeah. Balan is very nice movie. All are acting. മഞ്ഞുമൽ ബോയ്സിൽ നമുക്ക് രോമാഞ്ചം അടിച്ചു, ഇതിന്റെ അവസാനവും നമുക്ക് രോമാഞ്ചം അടിച്ചു. അങ്ങനെ നമ്മൾ സിനിമയായിട്ട് താരതമ്യപ്പെടുത്താനൊന്നും പറ്റില്ല, ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവി. എനിക്ക് തന്നെ അവർ എൻ്റെ മോനായിട്ട് തോന്നിയില്ല. ഒന്നും എക്സ്പെക്ട് ചെയ്യത്തില്ല. വെരി ഗുഡ് മേക്കിംഗ്, നല്ല കാസ്റ്റിംഗ്, ഓവറോൾ 10 on 10 മൂവി. സൂപ്പർ മേക്കിംഗ് ആണ്, നല്ല പെർഫോമൻസസ്. നിങ്ങൾ ഇപ്പം നാളെ ഇതിൻ്റെ റെസ്പോൺസ് കണ്ടോളൂ. ഇതൊരു പ്രത്യേക ജോണറാണ്. അതിപ്പോൾ എന്താണ് പറയേണ്ടതല്ല, എൻ്റർടൈൻമെൻ്റ് ആണ്. നല്ല രീതിയിൽ ഇങ്ങനെ പോകുന്നൊരു സിനിമയാണ്. നമുക്ക് ഗൂസ് ബംസ് വരുന്നൊരു സിനിമയാണ്. ഒരു നിമിഷം പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. നമുക്ക് ശരിക്കും ഫീലിങ്സ് ആണ് ഇത് കാണുമ്പോഴത്തേക്കും. ലൈക്ക് ഒരു ഞാൻ പറഞ്ഞ മാതിരി ഒരു മഞ്ഞുമേൽ ബോയ്സ് ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു സ്നേഹബന്ധമാണെങ്കിൽ ഇതൊരു മദർ ആൻഡ് സൺ തമ്മിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി. പ്ലീസ് ഗോ വാച്ച് ഇൻ ദ തിയേറ്റേഴ്സ്. ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. കുറേ നാൾക്ക് ശേഷമാണ് ഒരു ഭയങ്കര ഇൻവോൾവ് ആയിട്ട് പടം കണ്ടത്. പിന്നെ ഭയങ്കര ബ്രില്യൻറ്റ് ക്യാമറ, ബ്രില്യൻറ്റ് മ്യൂസിക്, അടിപൊളിയാണ്. അല്ലല്ല, ഇത് വേറെ ഒരു ഫ്രഷ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഭയങ്കര ശരിക്കും എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ്. കംപ്ലീറ്റ്ലി എൻജോയ്ഡ്. ഐ മീൻ ചിദംബരത്തിൻ്റെ ഡയറക്ഷൻ ആൻഡ് സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് ആൻഡ് ഷൈജു ഖാലിദ് റോക്ക് ആൻഡ് ആർട്ടിസ്റ്റ് എല്ലാവരും ഉഗ്രനായിട്ട് പെർഫോം ചെയ്തു. ഒരു രക്ഷയില്ല. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ജോണറാണ്, പക്ഷെ ഒരു രക്ഷയില്ല, നമ്മൾ കണ്ടിരുന്ന് പോകും. മഞ്ഞുമൽ വേറെ തന്നെ സിനിമയാണ്, ജാനമൻ വേറെ തന്നെ സിനിമയാണ്, ഇത് വേറെ തന്നെ സിനിമയാണ്, പക്ഷെ ഒരു സിനിമയാണ്. അവിടെ പറഞ്ഞ കിട്ടില്ല പടം തിയേറ്ററിൽ തന്നെയാണ്. ഇല്ല, രണ്ടുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് വേറെ എക്സ്പെരിമെൻറ്റ്, ഇത് വേറെ എക്സ്പെരിമെൻറ്റ്. സെറ്റാണ്. നല്ല പടമാണ്, എല്ലാവരും കാണുക. ഭയങ്കര ബ്യൂട്ടിഫുൾ വർക്കാണ്, എല്ലാവരുടെയും ബ്യൂട്ടിഫുൾ വർക്കാണ്. ചിദംബരം, ഷൈജു, സുഷിൻ, വിവേക് ഹർഷൻ, എല്ലാവരുടെയും കണ്ണ് നിറയും, ചിരിക്കും, തമാശ വർക്കുകളുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോയിരിക്കുന്ന ഒരു പടമാണ്. വേറൊരു അനുഭവം തരും. മഞ്ഞുമൽ ബോയ്സ് പോലത്തെ ഒരു പടമല്ല ഇത്, വേറെ തന്നെ ഒരു അറ്റംപ്റ്റാണ്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ പടമാണ്. നിങ്ങൾ മനസ്സ് നിറഞ്ഞ് ഇറങ്ങുള്ളൂ, അത് ഉറപ്പാണ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഗംഭീര പടമായിരുന്നു. അതെല്ലാം വർക്കൗട്ട് ആവുന്നതുകൊണ്ട് ഗംഭീര പെർഫോമൻസും ആയിരുന്നു. ഇമോഷണലി നമ്മൾ നന്നായിട്ട് എന്താണ് ഇത് ചെയ്യുന്നൊരു റിലേറ്റ് ചെയ്യുന്ന ഒരു പടമാണ് ശരിക്കും പറഞ്ഞാൽ. വലിയ മോനും ഗംഭീരം, മോനും അവൻ്റെ വളർന്നു വരുന്ന കുട്ടിയില്ലേ, എല്ലാവരും ഫർസാനും എല്ലാവർക്കും വേറെ വേറെ തരത്തിൽ എല്ലാവരും നന്നായിരിക്കണം. പടം നന്നായിരുന്നു. ഇമോഷണൽ മൂവിയാണ്. അഭിനയിച്ച എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം, അടിപൊളിയായിരുന്നു. അതൊരു ഇമോഷണൽ മൂവിയാണ്. ഇമോഷണലും എല്ലാം ഉണ്ട്, ഫാമിലി, ത്രില്ലർ എല്ലാം കൂടി. മഞ്ഞുമൽ ബോയ്സ് പോലൊരു അങ്ങനത്തെ പടമല്ല ഇത്. ഭയങ്കര സുഷീൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയായിരുന്നു. നല്ലൊരു ക്ലൈമാക്സ് പ്രതീക്ഷിക്കാവും. അത് ഞാൻ പറയുന്നില്ല. മലയാള സിനിമയ്ക്ക് എക്കാലവും അഭിമാനിക്കാവുന്ന ഒരുപാട് എസ്തെറ്റിക്സ് ഉള്ള പടമാണ്. ഒരുപാട് എസ്തെറ്റിക്സ് ഉള്ള പടമാണ്. ചില സിനിമകൾക്കാണ് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു നിറവ് കൊടുക്കാൻ പറ്റുള്ളൂ. ഉള്ളിൽ കൊടുക്കേണ്ട ഒരു നിറവുണ്ട്. ആ നിറവ് ഒരുപാട് പ്രേക്ഷകർക്ക് സമ്മാനിച്ച സിനിമയാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതിമനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ചിദംബരം മലയാള സിനിമയ്ക്ക് ഒരുപാട് നാൾ ആവശ്യമുള്ള, ഇന്ത്യൻ സിനിമയ്ക്ക് ഒരുപാട് നാൾ ആവശ്യമുള്ള ഒരു ഡയറക്ടറാണെന്ന് വീണ്ടും തെളിയിച്ച സിനിമയാണ്. ഇമോഷണലും ആണ്, ത്രില്ലറും ആണ്. സോ എല്ലാ ഇമോഷൻസും ഫീൽ ആവും. മൂവി ഫുള്ളായിട്ട് കാണും, ബിക്കോസ് ഹോൾ പാക്കേജ് ആണ്. യു വോണ്ട് ഫീൽ ഡിസപ്പോയിൻറ്റഡ്. അല്ല, അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റൂലല്ലോ, എല്ലാം വേറെ വേറെ ജോണർ അല്ലേ. ഐ എം ഹാപ്പി ഇങ്ങനെ മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞിട്ട് ചെയ്തു ഇങ്ങനെ ഒരു പ്രോജക്റ്റ്. ടോട്ടലി ഡിഫറെൻ്റ് ആണ്, പക്ഷെ അത് എന്താ പറയുക, വെൽ മെയ്ഡ്, ബ്യൂട്ടിഫുൾ പെർഫോമൻസ്, അതിൻ്റെ ഇമോഷണൽ, എവറിത്തിങ് അബൌട്ട് ദ മൂവി ഈസ് ബ്യൂട്ടിഫുൾ. അതെ, അത് തന്നെയാണ് സിനിമ. എനിക്ക് തോന്നുന്നു അത് കാണണം, എല്ലാവരും പോയി കാണണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഫീൽ എല്ലാവർക്കും ഉണ്ടാവും. എനിക്ക് എന്തായാലും അതൊന്നും പറയാൻ ഞാൻ അറിയില്ല. പക്ഷെ സിനിമ, ഓരോ സിനിമയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പം ഈ സിനിമ അതിൻ്റെ രീതിക്ക് അത് ഏറ്റവും ബ്യൂട്ടിഫുള്ളി മെയ്ഡ്. അത് ആ പ്രതീക്ഷ എന്തായാലും നിങ്ങൾക്ക് തിയേറ്ററിൽ പോകുമ്പം നിങ്ങൾക്ക് ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഫസ്റ്റ് ഹാഫ് എനിക്ക് താങ്ങാൻ ഇച്ചിരി പാടാണ്. കാരണം കുട്ടികളെ വെച്ചിട്ടുള്ള ഇമോഷണൽ പരിപാടികൾ എനിക്ക് പേഴ്സണലി എനിക്കങ്ങനെ വലിയ പറ്റത്തില്ല. കാരണം ഞാനും മക്കളും തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് നമുക്ക് കാണുന്ന ആ സിറ്റുവേഷനിലൊക്കെ കടന്നു പോകുമ്പോൾ. പക്ഷെ അങ്ങനെ പറയുമ്പം
അങ്ങനെ ഒരു ഭയങ്കര കണ്ണനനയിക്കൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതല്ല, ഒരു നമുക്ക് തരുന്നൊരു ഇമോഷണൽ റോളർ കോസ്റ്റർ ഉണ്ട്. അത് ഗംഭീരമായിട്ട് ഫസ്റ്റ് ഹാഫിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊട്ടിച്ചിരിക്കുന്ന കുറേ അധികം സീനുകൾ ഫസ്റ്റ് ഹാഫിലുണ്ട്. അമ്മാമ്മയുമായിട്ടുള്ള സീനുകളൊക്കെ അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കൊമേഴ്ഷ്യൽ പാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെല്ലാം ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, അതപ്പോൾ പടം കണ്ടാലേ നമുക്കതിൻ്റെ ഫുള്ള് കണക്റ്റ് ആവത്തുള്ളൂ. എല്ലാവരും കാണണം, ഇമോഷണലായി. അത് എല്ലാ അമ്മമാർക്കും അങ്ങനെ ആയിരിക്കും. ഇപ്പം ബാലൻ്റെ അമ്മയായതുകൊണ്ടല്ല, എനിക്കങ്ങനെ ആദിയുടെ അമ്മയായതുകൊണ്ടല്ല, എല്ലാ അമ്മമാർക്കും അത് കണക്റ്റ് ആകും. നമ്മളതാ ജാനമനും മഞ്ഞുമൽ ബോയ്സിന് ശേഷം അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ്, ഒരു പ്രമേയമാണ്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ താരതമ്യേന പുതിയ മുഖങ്ങളാണ്. അത് തന്നെ ഭയങ്കര ഫ്രഷ്നസ് സിനിമയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഒരു ലോകോത്തര നിലവാരത്തിലുള്ള സിനിമയാണ്.